ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഷീറ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ്ട് നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീടിൻ്റെ വെയിലിയുടെ ഷീറ്റൊക്കെ എല്ലാം നമ്മൾ മാറ്റിയേക്കുവാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് അത് നമ്മൾ ചെയ്യണമെന്ന് കരുതിയിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഷീറ്റ് മേടിക്കാനായിട്ട് പോകാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ നിവാം ബേബി ഇന്ന് ഫ്രണ്ട് സീറ്റിലാണ്. വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നിവാം ബേബി ഇരിക്കുന്നത് കേട്ടോ. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് കണ്ടപ്പോഴേക്കും ബർത്ത്ഡേക്ക് ഉടുപ്പ് എനിക്ക് അവിടെ നിന്ന് എടുക്കണം എന്ന് അവൻ എന്നോട് പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ ബർത്ത്ഡേ ആവട്ടെ, അപ്പം അമ്മ ഉടുപ്പ് മേടിച്ചു തരാറുണ്ട്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഷീറ്റ് മേടിക്കാനായിട്ട് പോകുന്നത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്തൊക്കെ ഷീറ്റൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ പൈസയൊക്കെ അതനുസരിച്ചിട്ട് കുറയുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലോങ്ങിൽ പോയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കൊടുങ്ങല്ലൂർ പോകണമല്ലോ. അപ്പോൾ കുറച്ചധികം യാത്ര ദൂരമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നിവാബി ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു കടയിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ധാരാളം ഷീറ്റുകളുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷീറ്റുകളാണ് കേട്ടോ. പല കളറ്, അങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരുപാട് ഷീറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വൈറ്റും ഗ്രീനും യെല്ലോ ആണ് പറഞ്ഞത്. പക്ഷെ അത് നമ്മൾക്ക് വേണ്ട അത്രയും ഷീറ്റ് അവിടെ കിട്ടിയില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കത് തികയത്തില്ല നമ്മുടെ ഇവിടെ കെട്ടാനായിട്ട്. അപ്പം നമ്മൾ വേറൊരു കളർ ചൂസ് ചെയ്തിട്ടു. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റോയൽ ബ്ലൂവും ഗ്രീനായിട്ടുള്ളൊരു ഷീറ്റാണ് എടുത്തത്. അപ്പോൾ ഈ കടയെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ഒരു കട കാണും. കാരണം നമ്മുടെ മത്സ്യബന്ധനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഈ റോപ്പുകൾ, പിന്നെ വലകൾ, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടു. നേരത്തെ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു കടയിൽ ഞാൻ വരുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഷോപ്പും കൂടിയാണ്. അപ്പോൾ ആ ചേട്ടൻ അവനൊരു വിസിലും കീ ചെയിനും കൂടെ ഉള്ള ഒരു സംഭവം ഗിഫ്റ്റായിട്ട് കൊടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ കടേൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആല് നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ആല് കാണാൻ നല്ല രസമാണ്, ഇഷ്ടമാണ്. ഇതിൻ്റെ തണലിലൊക്കെ വന്നിരിക്കുകയെന്ന് പറയുന്നത് നല്ല ഒരു പോസിറ്റീവ് വൈബ് കിട്ടുമല്ലോ. അങ്ങനെ കുറേ സമയം ഞാൻ അവിടെയൊക്കെ നിന്നും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചേട്ടൻ ഷീറ്റെല്ലാം വാങ്ങിച്ചു. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറ്റി. അങ്ങനെ നമ്മൾക്ക് വേണ്ട ഷീറ്റുമായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത്, നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഉണക്കച്ചെമ്മീനൊക്കെ ഒരുപാട് സെയിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടോ. കാരണം ഒത്തിരി കുഞ്ഞു കുഞ്ഞു കടകൾ ഇതുപോലെ ഇങ്ങനെ ഉണക്കച്ചെമ്മീനും പിന്നെ മീനുകൾ, ഉപ്പുമീൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ഒരു മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ചെറിയ മീൻ. അങ്ങനെ നമ്മൾ അതൊരു പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. വില വരുന്നത് 100 രൂപയാണ് ആ ഒരു പാക്കറ്റിന് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ മേടിച്ചു തിരിച്ചു വരുവാണ്. അപ്പം നിവാമിബിക്കാണെങ്കിൽ ആ സമയം കൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും അവന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കാണുമ്പോൾ കഴിക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ നമ്മൾ വരുന്ന സമയത്തൊന്നും ആ ഒരു സമയത്ത് ഹോട്ടലുകൾ ആ ഒരു സമയത്ത് കണ്ടില്ല. അങ്ങനെ നമ്മൾ നേരെ നമ്മൾ കണ്ട ഒരു കടയിൽ കയറിയിട്ട് മൊജിറ്റോയാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കഴിക്കുന്നത്. അത്യാവശ്യം നല്ല